ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടാൽ തന്നെ ഏകദേശം എല്ലാം മനസ്സിലാകും. ഞാൻ ഇന്നൊരു സ്കിൻ വൈറ്റനിങ് പാക്കായിട്ടാണ് വന്നത്. എനിക്ക് പൊതുവെ അറിയാമായിരിക്കും, പക്ഷേ എന്നാലും എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മുഖത്ത് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ലൈവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സ്കിന്നിന് മാത്രമല്ല നമ്മളെ ലിപ്പിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നിൻ്റെയും റിസൾട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു സ്ക്രബിങ് ആണ്. ഇത് നമ്മളെ മുഖത്ത് മാത്രമല്ല നമ്മളെ ചുണ്ടിലും നല്ല എഫക്റ്റീവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തത് ഒരു തക്കാളിയും പിന്നെ കുറച്ച് പഞ്ചസാരയാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ എന്നാലും എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷേ ഞാൻ ഇപ്പോൾ തേനോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പിന്നെ തക്കാളി പിന്നെ ഹാഫ് ആവാണ്ട് നമുക്ക് ഉള്ളിലത്തെ സാധനമാണ് മെയിനായിട്ട് വേണ്ടത്. ഈ തക്കാളിയിൽ എന്തോ കുരുവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വിലയാണ്. എൻ്റെ മമ്മി ഇതറിഞ്ഞാലുണ്ടല്ലോ ഇന്ന് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പോൾ ഉമ്മ വരുന്നതിന് മുമ്പ് നമുക്കെല്ലാം അപ്ലൈ ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ കൊണ്ടാക്കാം. നമുക്ക് ആദ്യം തന്നെ തക്കാളി ഈ പഞ്ചസാരയിൽ നല്ലോണം ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പുറത്ത് നല്ല മഴയാണ്, പിന്നെ അലക്കുന്നൊക്കെ സൗണ്ടും കാര്യങ്ങളുണ്ടാവും. ചെറിയൊരു സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും, പക്ഷേ ആവുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിങ്ങനെ അരച്ചു കൊടുക്കും. നമ്മളിങ്ങനെ റൗണ്ടിൽ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. ചീന തക്കാളിയും കാര്യങ്ങളൊന്നും എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നല്ലതായിട്ട് പിടിക്കാൻ കഴിയണം. ചീനതാകുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒടിഞ്ഞിട്ട് നമുക്ക് ശരിക്കും സ്ക്രബ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല കുറച്ച് ഓരമുള്ള തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5-10 മിനിറ്റ് ഇത് ഡ്രൈ ആകുന്ന വരെ നമുക്ക് കാത്തിക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഡിഫറൻസ് കാണാം. എടുത്തത് ഞാൻ രണ്ടാമത്തെ ഒരു പാക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇതും എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ ഞാൻ ചേർത്തത് എന്നൊന്നുമില്ല. ഇത് ചെറുപയർ ഞാൻ പൊടിച്ച് വെച്ചതാണ്. പിന്നെ അതിൽ കൂടെ പാലും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് കൂടുതൽ നല്ലത്. നന്ന ലൂസാക്കിയാലും മുഖത്ത് അങ്ങനെ നിൽക്കൂല. ചെറുപയർ കൂടുതലാക്കും നല്ല എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു സാധനമാണ് ചെറുപയർ, ഉലുവ. അതൊക്കെ തേച്ചാൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. എഫക്റ്റ് എന്നല്ല, നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. പിന്നെ ഒരു പ്രാവശ്യം ഒന്നും ട്രൈ ചെയ്താൽ എന്തായാലും സ്കിന്നിന് മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു 2-3 പ്രാവശ്യമെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കേക്കും കൂടി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ വായ പൂട്ടിയിട്ട് വേണം എല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ നമുക്കൊരു 10-15 മിനിറ്റ് അല്ല, നമുക്കിത് ഉണങ്ങുന്നത് വരെ ഒന്ന് കാത്തിക്കാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ റിസൾട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു നല്ല റെമഡിയും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇനി സ്കിൻ കെയറിൻ്റെ മറ്റും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനുള്ള ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.